പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2025 ഓഗസ്റ്റ് മാസം 14-ാം തീയതി, അതായത് 1200 കർക്കിടക മാസം 29-ാം തീയതി വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:40 ആകുന്നു. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭാശുഭ കർമ്മങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി ഷഷ്ഠി തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയല്ല. ഇപ്പോൾ കറുത്തപക്ഷത്തിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ. നാളെ കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ചന്ദ്രനിവിടെ പ്രായണ വളരെ ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് 9:15 വരെ രേവതി നക്ഷത്രമാകുന്നു. അത് കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. രേവതി നക്ഷത്രവും കാലത്ത് 9:15 വരെ ശുഭനക്ഷത്രമാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കുവാനും പറ്റുന്ന നക്ഷത്രമല്ല രേവതി നക്ഷത്രം. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തശേഷം വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് നാളത്തെ ദിനം കാലത്ത് 9:15 സമയം നല്ലതല്ല. അതുവരെയുള്ള സമയം നല്ലതല്ല. അതിനുശേഷം അശ്വതി നക്ഷത്രം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അശ്വതി ഒരു ഗണ്ടാന്ത നക്ഷത്രമാണ്. അശ്വതി മകം മൂലത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല, നഷ്ടപ്പെട്ടു പോകും. ഒരു കുട്ടി ജനിച്ചാൽ പോലും ഗണ്ടാന്ത പുഷ്കലേ ജാതോ മാതൃപിതൃ കുരാന്തക. ഒരു കുട്ടി ഗണ്ടാന്ത സമയത്ത് ജനിക്കുകയാണെങ്കിൽ അത് അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിന് നാശമുണ്ടാക്കും. ഇത് ജീവതി ഭൂപാലോ. മറിച്ച് ആ സമയത്തെ തരണം ചെയ്താൽ ആ കുട്ടി രാജാവായിട്ട് വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 3:45 നാഴിക ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 11:20 മുതൽ 12 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സ്വീകരിക്കാവുന്നതാണ്. നാളെ അശ്വതി നക്ഷത്രമാണ് 9:15 മുതൽ. അതിനാൽ വൈകിട്ട് സർപ്പക്ഷേത്രത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഗുണമാണ്. നല്ല അടുത്തുള്ള സർപ്പസങ്കേതത്തിൽ പോയി ആയില്യപൂജ സർപ്പബലി വഴിപാടായി ചെയ്യുക. അപ്രകാരം തന്നെ നല്ല വ്യാഴാഴ്ചയാണ്. രാവിലെ 9:15 വരെയുള്ള സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷു ക്ഷേത്രത്തിൽ തുളസിമല പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കുക. വൈകിട്ട് നാഗപ്രീതി ചെയ്യുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ദിനമായിരിക്കും നാളെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.